ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് നോക്കാം. ഇത് ബാക്ക് ഓപ്പൺ ടോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇത് 1/2 മീറ്റർ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ആദ്യം അതൊന്ന് ലെവൽ ചെയ്ത് വരയ്ക്കുക. അതിനുശേഷം ഹുക്ക് വഴിയും പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഈ വരയിൽ നിന്നാണ് നമ്മളിനി ഷോൾഡറും ചെസ്റ്റും ഒക്കെ നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ ഷോൾഡർ വരുന്നത് 10 ഇഞ്ചാണ്. അതിൻ്റെ ഹാഫ് എടുക്കുക, 5 ഇഞ്ച്. ആ 5 അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് കൈക്കുഴി 4 ഇഞ്ച് ആണ് എടുത്തിട്ടുള്ളത്. 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമുക്ക് സ്കെയിൽ വെച്ച് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കാം. നമ്മൾ സമയം എടുത്ത് തന്നെ ചെയ്യണം കേട്ടോ, ധൃതി പിടിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം നമ്മൾ ചെസ്റ്റ് 22 ഇഞ്ചാണ് ചെസ്റ്റ് അളവ് വരുന്നത്. അതിൻ്റെ 4/1 എടുത്തിട്ട് അത് നമുക്ക് അടയാളപ്പെടുത്താം. ഇനി അവിടെ ലൈൻ ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ഈ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൈക്കുഴി വരയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കൈക്കുഴിയുടെ ഇറക്കത്തിൻ്റെ പകുതി എടുക്കുക. ആ പകുതി എടുത്ത പോയിൻറ്റും ചെസ്റ്റ് പോയിൻറ്റും തമ്മിൽ കർവ് വെച്ചിട്ട് വരയ്ക്കുക. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് 2 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത്. നെക്ക് വിഡ്ത്ത് 2 ഇഞ്ചും ബാക്ക് നെക്കിൻ്റെ ഇറക്കം 2 ഇഞ്ചുമാണ്. അത് അടയാളപ്പെടുത്തുക. ഇനി 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ കൂടി 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഒരു ബോക്സ് ആയിട്ട് വരയ്ക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. അതിനുശേഷം നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ഒരു 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാവുന്നതാണ്. ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ട് വരയ്ക്കുക. ഇനി നമുക്ക് ഇറക്കം 14 ഇഞ്ച് അടയാളപ്പെടുത്തുക. 14 ഇഞ്ചാണ് ഇറക്കം എടുക്കുന്നത്. 14 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. താഴത്തെ വണ്ണം എന്ന് പറയുന്നത് 21 ഇഞ്ചാണ്. അതിൻ്റെ 4/1 എടുത്തിട്ട് താഴത്ത് അടയാളപ്പെടുത്താവുന്നതാണ്. താഴത്ത് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഷേപ്പ് ലെങ്ത് 8 ഇഞ്ചാണ് ഷേപ്പ് ലെങ്ത് വരുന്നത്. അവിടുത്തെ വണ്ണത്തിൻ്റെ 4/1 എടുത്ത് അവിടെ അടയാളപ്പെടുത്തുക. ഇനി ആ പോയിൻറ്റുകൾ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുക. നമുക്ക് തയ്യൽ തുമ്പ് 1.5 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് കൊടുക്കുക. ഇനി ആ പോയിൻറ്റുകൾ കൂട്ടി യോജിപ്പിക്കുക. താഴത്തെ വശം നോർമലി നമ്മളൊരു 1/2 ഇഞ്ച് മുകളിലേക്ക് മാറ്റി അല്ലെങ്കിൽ 1.5 ഇഞ്ച് മുകളിലേക്ക് മാറ്റി എടുക്കാറുണ്ട്. ഇത് നമുക്ക് മെയിൻ ഫാബ്രിക് നെറ്റ് ആയതുകൊണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് കട്ട് ചെയ്യാം. ഇല്ല എങ്കിൽ ഒരു നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് കുറച്ചൊരു ഡിഫിക്കൽട്ടി തോന്നും. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻ ഫാബ്രിക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്യാം താഴത്തെ വശം. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നെക്ക് ഞാൻ ആദ്യം സ്ക്വയർ നെക്കായിരുന്നു ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞ് മാറ്റിയിട്ട് ഞാനത് കർവ്ഡ് നെക്കാക്കി. ഓക്കെ, നെക്ക് കട്ട് ചെയ്യുക. ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 1/2 ഇഞ്ച് എടുത്ത ഭാഗം കട്ട് ചെയ്ത് കളയരുത്. നമ്മൾ ഹുക്ക് വഴിയും പിടിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് കട്ട് ചെയ്ത് കളയരുത്. ഓക്കെ, ഇനി സൈഡ് കട്ട് ചെയ്യുക. കൈക്കുഴി കട്ട് ചെയ്തെടുക്കുക. വളരെ സമയമെടുത്ത് പതുക്കെ നമ്മൾ വരച്ച വരയിലൂടെ കട്ട് ചെയ്തെടുത്താൽ മതി. ധൃതിയൊന്നും കാണിക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഈ 2 പീസുകൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നല്ല ബാക്ക് പാർട്ട് കട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം. ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് മുകളിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇനി നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാക്കിൽ നമ്മൾ 1/2 ഇഞ്ച് ഹുക്ക് വഴിയും പിടിപ്പിക്കാൻ വേണ്ടി വിട്ടിട്ടുള്ള 1/2 ഇഞ്ച് ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ബാക്കി അടയാളപ്പെടുത്തിയെടുക്കാൻ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം കൈക്കുഴിയും ഷേപ്പും കഴുത്തിൻ്റെ ആ ഒരു വിഡ്ത്തും നെക്ക് വിഡ്ത്തും അടയാളപ്പെടുത്തിയെടുക്കുക. ഇതൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് അതൊന്ന് നന്നായിട്ട് വരച്ചെടുക്കാവുന്നതാണ്. കൈക്കുഴി നന്നായിട്ട് വരച്ചെടുക്കുക. സൈഡും ഷോൾഡർ സ്ലോപ്പ് നെക്ക് വിഡ്ത്ത് എല്ലാം തന്നെ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ഇറക്കം എടുക്കുന്നത് 3 ഇഞ്ചാണ്. 3 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ ഒരു ബോക്സ് വരയ്ക്കുക. ഫ്രണ്ടിലും നമ്മൾ കർവ് നെക്കാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയും ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് ഒരു കർവ് വരച്ചെടുക്കുക. താഴത്തെ വശം സ്ട്രെയിറ്റ് ലൈനാക്കി വരച്ചെടുക്കുക. പിന്നെ ഫ്രണ്ട് കൈക്കുഴി അല്പം ഒരു 1/2 ഇഞ്ച് കുഴിച്ച് നമ്മൾ വെട്ടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ആ കൈക്കുഴിയുടെ മിഡിൽ പാർട്ടിൽ ഒരു 1/2 ഇഞ്ച് കുഴിച്ചതിന് ശേഷം ആ ഒരു പോയിൻറ്റിലൂടെ നന്നായിട്ട് കുഴിച്ച് വരയ്ക്കുക.
പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ സ്ലീവ്ലെസ് ടോപ്പാണ്, അതുകൊണ്ട് നമുക്കിപ്പോൾ കൈ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്കിത് നെക്കും ഷോൾഡർ സ്ലോപ്പും കൈക്കുഴിയും ഷേപ്പൊക്കെ കറക്റ്റായിട്ട് ആ വരയിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടോപ്പാണ്. നമുക്കൊരു 1/2 മീറ്റർ തുണി വാങ്ങിച്ച് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. കൈക്കുഴി നന്നായിട്ട് തന്നെ കുഴിച്ച് വെട്ടിയെടുക്കുക. നമുക്ക് അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പീസ് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ബാക്ക് പീസും വെച്ച് നോക്കാം. ബാക്ക് ഓപ്പൺ ആയതുകൊണ്ടാണ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത്. ബാക്ക് പീസും വെച്ച് നോക്കുക. ഇതാ രണ്ടും നല്ല കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ താഴത്തെ വശം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തൂങ്ങിക്കിടക്കും. അതിൻ്റെ കട്ടിങ് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെയ്യാം. ഇതാ നമ്മൾ നെറ്റ് ഫാബ്രിക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഹുക്കും ഐയും പിടിപ്പിക്കാൻ നേരത്ത് മടക്കി അടിക്കാനുള്ള ക്ലോത്തും അതുപോലെ കൈക്കുഴി മടക്കി അടിക്കാനുള്ള ക്ലോത്തും കൂടിയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 14 ഇഞ്ച് നീളത്തിലും 2 ഇഞ്ച് വീതിയിലുമുള്ള 2 പീസുകളാണ് എടുക്കുന്നത്. അത് ഹുക്കും ഐയും പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതെടുക്കുന്നത്. പിന്നെ 1 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസും കൂടി എടുക്കുന്നുണ്ട്. അത് നമ്മൾ കൈക്കുഴി മടക്കി അടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ 14 ഇഞ്ച് നീളവും 2 ഇഞ്ച് വീതിയുമുള്ള 2 പീസുകളും അതുപോലെ 1 ഇഞ്ച് വീതിയുള്ള ലെങ്ത്ത് കുറച്ച് കൂടുതൽ കേട്ടോ കൈക്കുഴി മടക്കി അടിക്കാനല്ലേ. അപ്പോൾ ഒരു 10-15 ഇഞ്ച് നീളമുള്ള 2 പീസുകളും കൂടി എടുക്കുക. അപ്പോൾ നമുക്ക് ഹുക്കും ഐയും പിടിപ്പിക്കാനുള്ള പീസും കണക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ 1 ഇഞ്ചുള്ള പീസും കൂടി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ വീഡിയോ ഓണാണെന്നും പറഞ്ഞാണ് ചെയ്തത്. പക്ഷേ വീഡിയോ അത് ഓഫായിരിക്കുമായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ കൈക്കുഴി ഒരു ക്ലോത്ത് ഉപയോഗിച്ച് മടക്കി തയ്ച്ചിട്ടുണ്ട്. ഷോൾഡർ പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നെക്ക് അടിച്ച് മെയിൻ ക്ലോത്തും ലൈനിങ് കൂടി അടിച്ച് തിരിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഹുക്ക് വൈയും പിടിപ്പിക്കാനുള്ള ബാക്ക് പാർട്ടും കറക്റ്റായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പിടിപ്പിച്ചതിന് ശേഷം നമുക്കതൊന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യണം. അപ്പോൾ സൈഡ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ഒന്ന് പിൻ ചെയ്ത് വയ്ക്കാം. കണ്ടില്ലേ? പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കൈക്കുഴിയും എല്ലാം ഒന്ന് ലെവൽ ചെയ്തിട്ട് താഴത്തെ വശം ഒരല്പം ഒരു 1 ഇഞ്ച് മുകളിലേക്ക് കയറ്റി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാനത് ചെയ്തായിരുന്നു, പക്ഷേ അതിപ്പോൾ വീഡിയോ ഓഫായിരുന്നു. ഓക്കെ, ഇതിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ? അപ്പോൾ ആ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിനെ തൂങ്ങി നിൽക്കത്തില്ല. അപ്പോൾ ആ ഒരു വശം ഒരു ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ നമുക്ക് കയറ്റി തയ്ക്കാം. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് സൈഡ് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് മിറേഴ്സൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.